മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു. ആ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു തആല അൻഹു ആണ് ഈ ഉമ്മത്തിലെ എല്ലാ അർത്ഥത്തിലും അഷ്റഫ്. ആർക്കും സംശയം വേണ്ട, എവനിക്കും വേണ്ട. അത് നമ്മൾ പറയുകയും വേണം. എല്ലാവരും ഇത്തരത്തിലുള്ള ആപത്തുകൾ ഇവിടെ ഉണ്ടാകുമ്പോൾ മിണ്ടാതിരുന്നാൽ അള്ളാഹുവിന്റെ ലഅനത്ത് ഇറങ്ങുമെന്ന് ഭയപ്പെടണം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആളെ നോക്കിയിട്ടല്ല ദീന് പറയേണ്ടത്. പിന്നെ എന്നെ സംബന്ധിച്ച് പറയാ, ഞാൻ തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ വടക്കേക്കാട് പഞ്ചായത്തിൽ പറയങ്ങാട് മഹലിൽ പറയങ്ങാട് പി മുഹമ്മദ് അലി മുസ്ലിയാരുടെ മകനാ. പേര് പറഞ്ഞ് പറയാൻ ധൈര്യമുള്ള ഒരുത്തരുണ്ടെങ്കിൽ പറയട്ടെ, അപ്പൊ നമുക്ക് നോക്കാം. കുന്നംകുളോ ഞാനുമായിട്ട് വഴിയുടെ ബന്ധമുള്ളൂ. തോന്നിയാസം പറയേ. ഒന്നുകൂടെ കേൾട്ടോ. തൃശൂർ ജില്ലയിൽ ചാവക്കാട് താലൂക്കിൽ വടക്കേക്കാട് പഞ്ചായത്തിൽ പറയങ്ങാട് എന്ന് പറയുന്ന മഹലിൽ പറയങ്ങാട്ടിൽ മുഹമ്മദ് അൽ മുസ്ലിയാർ എന്ന് പറയുന്ന ആളുടെ മകനാണ് ഞാൻ. എന്റെ പേരെടുത്ത് ഒരാരോപണം പറയാൻ ധൈര്യമുള്ള ഒരു കുട്ടി ഈ മണ്ണിൽ പിറന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കാണാം. ഇത് ദീന് പറയുകയാണ്. നിങ്ങൾ അങ്ങനെ ആക്ഷേപിച്ചത് കൊണ്ട് ദീൻ പറയുന്നത് നിർത്തുമെന്ന് ആരും വിചാരിക്കണ്ട. 1000 കുതിര ശക്തിയോടെ ഞാൻ മറുപടി പറയും. ദീനിന്റെ കാര്യത്തിൽ എന്നെ സംബന്ധിച്ച് പറയുന്നതിനടുത്ത് എനിക്കൊരു പ്രശ്നമില്ല. അള്ളാന്റെ റസൂൽ പഠിപ്പിച്ചത് അതാ. റസൂലിനെ ആര് പറഞ്ഞാലും റസൂൽ ദേഷ്യപ്പെടാറില്ല. പക്ഷേ ദീൻ ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടാൽ, ദീനിന്റെ അടിസ്ഥാന തത്വങ്ങളെ ചോദ്യം ചെയ്യപ്പെട്ടാൽ റസൂലുള്ളാഹിക്ക് ദേഷ്യം വരും, കോപം വരും. അതേ ഇവിടെ സംഭവിക്കുള്ളൂ. അള്ളാഹു അന്തസ്സോടെ അഭിമാനത്തോടുകൂടെ ദീൻ പറയാനുള്ള എല്ലാ തൗഫീഖും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.